ഘോഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ, CPIയുടെ C. ദിവാകരനും CPMൻ്റെ G. സുധാകരനും, ഇവർ രണ്ടും ഒരു അസാധാരണ നിലപാടെടുത്തു ഈ കഴിഞ്ഞ ദിവസം. അതായത് കഴിഞ്ഞ 12-ാം തീയതി KPCCയുടെ ഒരു പ്രോഗ്രാമിൽ അവർ രണ്ടുപേരും അപ്രതീക്ഷിതമായി നേരിട്ട് പങ്കെടുത്തു. പരിപാടി നല്ല പരിപാടി, ചരിത്രപരമായൊരു പരിപാടിയൊക്കെ ആയിരുന്നു. എന്തെന്നാൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100-ാം വാർഷികം. വർക്കലയിൽ അതിൻ്റെ ഒരു പരിപാടി നടക്കുന്നു. കോൺഗ്രസ് സ്വന്തം നിലയിൽ നടത്തിയ പരിപാടിയായിരുന്നു. കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രോഗ്രാം. KPCCയുടെ ആ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ക്ഷണിച്ചിട്ടായിരിക്കും എന്ന് കരുതാം. ഇവർ രണ്ടുപേരും പങ്കെടുത്തു. ഇവരുടെ ആ സാന്നിധ്യം അവിടെ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടാണോ ഗുരുദേവൻ്റെ പ്രതിനിധിയായിട്ടാണോ ഇവർ അവിടെ പോയതെന്ന് നമുക്ക് അറിയില്ല. ഇവരവിടെ പ്രസംഗിച്ചത് KPC പരസ്പരം പ്രശംസിക്കലായിരുന്നു. VD സതീശൻ സുധാകരനെ അഴിമതിരഹിതനായ ഏറ്റവും ബെസ്റ്റ് ആഭ്യന്തരമന്ത്രി എന്ന്, പൊതുമരാമത്ത് മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി. അതുപോലെ ജ്യേഷ്ഠ സഹോദരനായ C. ദിവാകരൻ. തിരിച്ച് പിന്നെ രമേശ് ചെന്നിത്തലയും സതീശനെയും ഇവരും പ്രശംസിച്ചു. അങ്ങനെ പരസ്പരം ടോസ്റ്റ് ചെയ്ത് ഇവർ ഒരു രാഷ്ട്രീയ തമാശ സൃഷ്ടിച്ചു. അതിനുശേഷം കേരളം അടങ്ങിയിരിക്കുന്നില്ല. പ്രതികരണ തൊഴിലാളികളെല്ലാം കൂടെ ചാടി വീണിട്ടുണ്ട്. പ്രത്യേകിച്ചും സുധാകരനാണ് ഇരിക്കപ്പെടുന്നില്ലാത്തത്. പാർട്ടിയുടെ സൈബർ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുറേ ആളുകൾ ഈ പിന്നെ സൈബർ ഇടങ്ങളിൽ സുധാകരനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിട്ട് സഹിയിട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. പാർട്ടിക്ക് ഇങ്ങനെ സൈബർ പോരാളികളെന്ന് പറഞ്ഞൊരു ഭാഗമൊന്നുമില്ല, അത് പാർട്ടി വിരുദ്ധന്മാരാണ്. ഇങ്ങനൊരു വൃന്ദമേ ഇല്ല, ഇവന്മാർ പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളി അസാധാരണമായും ചൂടായി. C. ദിവാകരനാകട്ടെ ഇന്ന് ഭക്ഷ്യനയത്തെക്കുറിച്ചൊരു മൈൽഡ് ലേഖനം എഴുതി. ഞാനിതൊന്നുമല്ല, കോൺഗ്രസിനെയും BJPയും ഒക്കെ വിമർശിക്കാൻ എനിക്ക് ധൈര്യമുണ്ട് എന്നൊക്കെ ഉള്ളൊരു ജാടയിൽ ലേഖനം എഴുതി. അപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വന്ന പരിവർത്തനം, അവരുടെ മനംമാറ്റം? അവരുടെ പരിവർത്തനം ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ 75 വയസ്സെന്നൊക്കെ ഉള്ളത് ഇപ്പം ആൾക്കാർക്ക് ഈ രാഷ്ട്രീയ മോഹങ്ങൾ ഉദിക്കാനുള്ളൊരു സമയമാണ്. രണ്ടാം ചെറുപ്പം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേർക്കും നന്നായിട്ട് ഊർജ്ജാവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷകളൊന്നും വയ്ക്കാനുള്ള സംഗതികൾ മുമ്പ് കാണുന്നതുമില്ല. അതേസമയത്ത് പ്രസ്ഥാനം വിടാനും പറ്റുന്നില്ല. ഈ പറഞ്ഞതുപോലെ സാന്നിധ്യം അറിയിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ പറഞ്ഞ് കേൾക്കാറില്ല, എങ്കിലും അതിപ്പോഴും പ്രസക്തമാണെന്ന് തോന്നുന്നു. അതായത് ഈ ആറ്റിൽ ചാടി ചാകാൻ പോകുന്നവൻ കുട പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ടുപേരുടെയും അവസ്ഥ അതാണ്. പക്ഷേ എന്നാൽ ഒരു കാര്യം നമ്മൾ സമ്മതിക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ, ഇങ്ങനൊരു വേദിയിൽ ഇവർ പോകാൻ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു ധൈര്യം കാട്ടിയെന്നുള്ളത് ഒരു നല്ല സൂചനയാണ്. കാരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വ്യക്തിത്വ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വേദിയിലും പോയി നമുക്കത് പറയാൻ പാടില്ല. അത് കേരളത്തിലെ ഏറ്റവും വലിയൊരു അപകടമാണ് സാർ. ഈ ലേബലിങ്ങും ഒരു ഏതെങ്കിലും ഒരു വേദിയിൽ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് അത് മനുഷ്യൻ്റെ പ്രകൃതിക്ക് ചേർന്ന സംഗതിയാണ്. അത് മൃഗങ്ങളുടെ സ്വഭാവമാണ്. അതായത് പാക്സായിട്ട് ടെറിട്ടോറിയൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെ സ്വഭാവമാണ്. അത് കേരളത്തിൽ വളരെ ശക്തമാണ്. അത് കമ്മ്യൂണിസ്റ്റ് കൾച്ചർ ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ബാരിയേഴ്സ് ലംഘിച്ചിരിക്കുന്നത്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ അഭിപ്രായങ്ങൾ പങ്കുപറ്റുന്നവരടുത്ത് പോയി നമ്മൾ വീണ്ടും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പരിവർത്തനം വേണ്ടത് എവിടെയാണോ അവിടെയാണ് പോയി സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഭീകരവാദികളടുത്ത് പോലും പോയി നമ്മൾ സംസാരിച്ച് അവരെ സംഭാഷണത്തിലൂടെ അവരെ ഈ പറഞ്ഞതുപോലെ ഭീകരവാദത്തിൽ നിന്ന് മാറ്റാൻ കഴിയും അതിന് ശേഷിയുള്ള വ്യക്തികളാണ് മനുഷ്യർ. ഇപ്പോൾ ഗാന്ധിജിയുടെ നിലപാട് അതായിരുന്നു. ഇപ്പോൾ ഗാന്ധിജിയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ 1900 എൻ്റെ ഡേറ്റാണ് ഓർക്കുന്നില്ല, 39 മറ്റേ 2 കത്ത് ഹിറ്റ്ലർക്ക് മഹാത്മാഗാന്ധി എഴുതുന്നുണ്ട്. അതായത് ഒന്ന് ആദ്യം ഒരു ചെറിയ കത്താണ് എഴുതുന്നത്.
അത് പിന്നെ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. അതിൽ ഒരെണ്ണത്തിന് അദ്ദേഹം പറയുന്നത് അങ്ങേ വലിയൊരു ലോകം മുഴുവൻ മോൺസ്റ്ററായിട്ട് വിളിക്കുന്നു, പക്ഷേ ഞാൻ അങ്ങേ മോൺസ്റ്ററായിട്ട് വിളിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ നടപടികളെല്ലാം മോൺസ്ട്രസ് ആണ്. വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് ലോകത്തിൽ ആരും ശത്രുക്കളില്ല. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 കത്തുകളും ഇന്നത്തെ ഈ നമ്മുടെ കുട്ടികളെയൊക്കെ പഠിക്കാൻ കൊടുക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അവിടേക്കാണ് ഈ മനുഷ്യൻ്റെ ക്വാളിറ്റി പുറത്ത് വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ കാണുന്ന ഈ ഒരു വേലികെട്ടലുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ വീട്ടിലൊരു നായ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ മതിൽക്കെട്ടിൻ്റെ മുകളിലൊരു കാക്ക വന്നിരുന്നാൽ പോലും അവൻ സഹിക്കാൻ പറ്റത്തില്ല. അതൊരു മൃഗങ്ങളുടെ സ്വഭാവമാണ്. അല്ല, കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ പിന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതെ, ശശി തരൂർ പിന്നെ നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും കേരള ഗവൺമെൻറ് വ്യവസായ നയത്തെ അനുകൂലിക്കുകയും ചെയ്ത് സംസാരിച്ചു. മാത്രമല്ല ഇതിനകത്ത് ശശി തരൂർ വിശ്വപൗരനല്ലാതെ സുധാകരൻ അവിടെ പറയുകയും ചെയ്തു. അതെ. അല്ല, ശശി തരൂർ അതിന് നേരിട്ട പിന്നെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചില്ലറയല്ല. അതേ കോൺഗ്രസ് വേദിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ 2 പേരെത്തിയത്. അപ്പോൾ ഇവരെ 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സ്വീകരിച്ച ആളുകൾ ശശി തരൂർ മറിച്ചൊരു നിലപാട് സംസാരിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്യാനുള്ള വിശാലത മനസ്സിലില്ല, ഒരിക്കലുമില്ല. അവിടെയാണ് ഈ പറഞ്ഞത് ഈ സങ്കുചിതത്വം. ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-കാരനാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിക്കാരനാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ഓരോ മലയാളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം ഈ ഒരു ചിന്ത, ഈ പറഞ്ഞതുപോലെ വേലികെട്ടിനകത്ത് നിൽക്കുക, എൻ്റെ വേലിക്കകത്തേക്ക് വരുന്നവൻ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, അല്ലാത്തവൻ ശത്രു എന്നൊരു ചിന്ത കേരളത്തിൽ ഉറച്ചു പോയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ നയിക്കുന്നത് തന്നെയാണ്. കാരണം VD സതീശൻ പറഞ്ഞല്ലോ, പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോഴത്തേക്ക് യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ്, അല്ലേ? അപ്പോൾ അത് കണ്ട. അപ്പോൾ ഈ ഒരു മാതൃക, ഒരു ബെഞ്ച് മാർക്കായിട്ട് എല്ലാവരും വെച്ചിരിക്കുന്നത് ഈ CPM-ൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്. അതെ, നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം പറയുന്ന അത്രയും വിപ്ലവം അന്ന് CPM-കാർ പോലും പറയുന്നില്ലായിരുന്നു. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ സുധാകരന് സംഭവിച്ചിരിക്കുന്ന ഒരു സംഗതി, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അഴിമതിയില്ല, നല്ല മിനിസ്റ്ററായിരുന്നു, ഇതൊക്കെ വളരെ നമുക്ക് ബോധ്യമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ പോലെ ഒരു വികാരജീവി, കാരണം ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു വക്തത പോലും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ പലപ്പോഴും പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ ഒരു എന്താ പറയുക, 12 വയസ്സിന് താഴെയുള്ള ഒരു ഭയങ്കര അതാ പറഞ്ഞ അത്ര നിഷ്കളങ്കത പാടില്ലല്ലോ. ഒരു 12 വയസ്സിന് താഴെയുള്ള, അതായത് ടീൻസ് എത്തുന്നതിന് മുമ്പുള്ള ഒരു കുട്ടിയുടെ നിഷ്കളങ്കത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയിൽ M സ്വരാജിനെ അദ്ദേഹം ഗുരുവാക്കിക്കൊണ്ട് M സ്വരാജ് പണ്ട് നടത്തിയൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതായത് ഈ അല്ല, ശൂന്യതയുമായി ബന്ധപ്പെട്ട് അത് കേസരി ബാലകൃഷ്ണപിള്ളയുടെ പ്രയോഗമാണ്. അതെ. അപ്പോൾ അല്ലെങ്കിലും ഈ സമീപ കാലഘട്ടത്തിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതുപോലും അദ്ദേഹത്തിന് ഈ സഹിക്കാൻ പാടില്ലാണ്ടാണ്. അതിൻ്റെ പച്ച മലയാളത്തിൽ പറയാനുള്ള വികാരമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായത്. സംസ്കൃതി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തമാശയായിട്ട് കുറച്ച് എൻജോയ് ചെയ്യാൻ, പിന്നെ എന്താ പറയുക, മലയാളിക്ക് തീരെ ഇപ്പം ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സുധാകരൻ എൻ്റെ വളരെ സീനിയറായിട്ട് കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിച്ചു. അത് ശരിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഡിബേറ്റിങ്ങിനോ പ്രസംഗത്തിനൊക്കെ വരുമ്പോൾ അന്ന് ഡോക്ടർ M ശ്രീനിവാസൻ പ്രിൻസിപ്പൽ പറയുമായിരുന്നു, സുധാകരൻ അവസാനം സംസാരിച്ചാൽ കാരണം സുധാകരൻ സംസാരിച്ചു കഴിഞ്ഞാൽ അതോടെ അവിടെ അടികലശലാണ്. ഓഡിയൻസിൻ്റെ ബാക്കിൽ നിന്ന് കസേരങ്ങി സ്റ്റേജിലെത്തും, വലിച്ചെറിയും. അപ്പോൾ കാരണം സുധാകരൻ്റെ 3ാമത്തെ വാചകത്തിൽ അടി തുടങ്ങും. ഈ തരത്തിലാണ്. അപ്പോൾ അവസാനം യോഗം പിരിച്ചുവിടാനുള്ള ഒരു പ്രസംഗം ആയിട്ടാണ് കരുതിയിരിക്കുന്നത്. അല്ല, ഇപ്പോഴും ആ ഒരു സ്വഭാവത്തിൽ സുധാകരന് മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു നിഷ്കളങ്കതയും പിന്നെ ഈ ഏൽപ്പിക്കപ്പെടുന്ന ജോലി നിർവഹിക്കുന്ന രീതിയും അതിനകത്ത് കൃത്യമില്ലായ്മയൊക്കെയാണ് സുധാകരനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്ക് സുധാകരൻ വേറെ തമാശകളൊക്കെ ഒപ്പിക്കും, രാമായണം വായിച്ച് കേൾപ്പിക്കും. പിന്നെ നല്ല കവിതകൾ അദ്ദേഹത്തിൻ്റെ ഈ രോഷം കവിത എഴുതുന്നുണ്ട്. സഹൃദയനാണ് അത്. അപ്പോൾ ആ രീതിയിൽ ആളൊരു സഹൃദയനാണ്, പക്ഷെ വികാരജീവിയായിപ്പോയി. അല്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇതുപോലെ റൊമാൻറ്റിക്കുകളും വികാരജീവികളും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. സുധാകരനോടും ദിവാകരനോടും അവരവരുടെ പാർട്ടി
ദിവാരൻ സുധാകരൻ്റെ അത്ര നിഷ്കളങ്കനല്ല കേട്ടോ. അത് കേരളത്തിനറിയാം. അപ്പോൾ ഈ രണ്ട് നേതാക്കളോടും അവരവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സഹിഷ്ണുതയോടെ അവരെ കരുതട്ടെ. തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.